ഡിയർ സ്റ്റുഡൻസ്, ബി എ സോഷ്യോളജിയുടെ 4th സെമസ്റ്ററിലെ സോഷ്യോളജി ഓഫ് കേരളം എന്ന പേപ്പറിൻ്റെ 5ാമത്തെ വീഡിയോ. ക്രിസ്ത്യാനിറ്റി വാസ് arrived in Kerala in the second part of the 1st century AD. AD 1-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ ക്രിസ്തുമതം ആദ്യമായി കേരളത്തിലെത്തി. The origin of Kerala's Christians dates back to 52 AD when St. Thomas came to the region, landing in the port of Cranganore near കൊച്ചി. കൊച്ചിക്ക് സമീപമുള്ള കൊടുങ്ങല്ലൂർ തുറമുഖം വഴി ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ ക്രിസ്തു ശിഷ്യനായ സെൻറ്റ് തോമസ് കേരളത്തിൽ AD 52 എത്തിയതായി പറയപ്പെടുന്നു. He visited different parts of Kerala and converted local inhabitants, including many from the upper sect known as Nambudiri Brahmins. അദ്ദേഹം കേരളത്തിലെ പല ഭാഗങ്ങളിലും പോയി ഉയർന്ന ജാതിയിൽ നിന്നുള്ള നിരവധി നമ്പൂതിരി ബ്രാഹ്മണർ ഉൾപ്പെടെ ഉള്ളവരെ കൺവേർട്ട് ചെയ്തു, ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് കൺവേർട്ട് ചെയ്തു. It is also believed that St. Thomas established churches in 7 places in Kerala. This section of early converts came to be known as Syrian Christians, also as Nasranis or St. Thomas Christians. കേരളത്തിന് ചുറ്റുമുള്ള 7 വ്യത്യസ്ത സ്ഥലങ്ങളിൽ സെൻറ്റ് തോമസ് പള്ളികൾ സ്ഥാപിച്ചതായി പറയപ്പെടുന്നു. ആദ്യകാല പരിവർത്തനങ്ങളുടെ ഫലമായി രൂപമെടുത്ത വിശ്വാസി സമൂഹങ്ങളായ സിറിയൻ ക്രിസ്ത്യാനികൾ നസ്രാണികൾ അല്ലെങ്കിൽ സെൻറ്റ് തോമസ് ക്രിസ്ത്യാനികൾ എന്നും അറിയപ്പെടുന്നു. ആൻഡ് ആഡഡ് Philip to the growth came when 400 people migrated from Syria and came to Kerala and joined the existing church in 345 AD. എന്നിരുന്നാലും AD 345 കുടിയേറ്റക്കാരായ 400 സിറിയക്കാർ കേരളത്തിൽ വന്ന് സ്ഥാപിതമായ പള്ളിയിൽ ചേർന്നു. ഇത് സഭയ്ക്ക് കൂടുതൽ ഊർജം നൽകി. AD 1-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ ക്രിസ്തുമതം ആദ്യമായി കേരളത്തിലെത്തി. AD 1-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ ക്രിസ്തുമതം ആദ്യമായി കേരളത്തിലെത്തി. കൊച്ചിക്ക് സമീപമുള്ള കൊടുങ്ങല്ലൂർ തുറമുഖം വഴി ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ ക്രിസ്തു ശിഷ്യനായ സെൻറ്റ് തോമസ് കേരളത്തിൽ AD 52 എത്തിയതായി പറയപ്പെടുന്നു. കൊച്ചിക്ക് സമീപമുള്ള കൊടുങ്ങല്ലൂർ തുറമുഖം വഴി ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ ക്രിസ്തു ശിഷ്യനായ സെൻറ്റ് തോമസ് കേരളത്തിൽ AD 52 എത്തിയതായി പറയപ്പെടുന്നു. അദ്ദേഹം കേരളത്തിലെ പല ഭാഗങ്ങളിലും പോയി ഉയർന്ന ജാതിയിൽ നിന്നുള്ള നിരവധി നമ്പൂതിരി ബ്രാഹ്മണർ ഉൾപ്പെടെയുള്ള തദ്ദേശീയരെ ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം ചെയ്തു. കേരളത്തിന് ചുറ്റുമുള്ള 7 വ്യത്യസ്ത സ്ഥലങ്ങളിൽ സെൻറ്റ് തോമസ് പള്ളികൾ സ്ഥാപിച്ചതായി പറയപ്പെടുന്നു. ആദ്യകാല പരിവർത്തനങ്ങളുടെ ഫലമായി രൂപമെടുത്ത വിശ്വാസി സമൂഹങ്ങളായ സിറിയൻ ക്രിസ്ത്യാനികൾ നസ്രാണികൾ അല്ലെങ്കിൽ സെൻറ്റ് തോമസ് ക്രിസ്ത്യാനികൾ എന്നും അറിയപ്പെടുന്നു. കേരളത്തിന് ചുറ്റും 7 വ്യത്യസ്ത സ്ഥലങ്ങളിൽ സെൻറ്റ് തോമസ് പള്ളികൾ സ്ഥാപിച്ചതായി അങ്ങനെ പറയപ്പെടുന്നു. ആദ്യകാല പരിവർത്തനങ്ങളുടെ ഫലമായി രൂപമെടുത്ത വിശ്വാസി സമൂഹങ്ങളായ സിറിയൻ ക്രിസ്ത്യാനികൾ നസ്രാണികൾ അല്ലെങ്കിൽ സെൻറ്റ് തോമസ് ക്രിസ്ത്യാനികൾ എന്നും അറിയപ്പെടുന്നു. AD 345 കുടിയേറ്റക്കാരായ 400 സിറിയക്കാർ കേരളത്തിൽ വന്ന് സ്ഥാപിതമായ പള്ളിയിൽ ചേർന്നു. ഇത് സഭയ്ക്ക് കൂടുതൽ ഊർജം നൽകി. However, missionary activities in Kerala were at their peak in the 19th century. During this time, Kerala Christians followed their indigenous social conventions and rituals. Kerala followed the Syriac rite and was in ecclesiastical contact with the mother church in Persia. However, missionary activities in
കേരള വെയർ അറ്റ് ദെയർ പീക്ക് ഇൻ ദി 19th century. കേരളത്തിലെ മിഷണറി പ്രവർത്തനം 19-ാം നൂറ്റാണ്ടിൽ അതിൻ്റെ ഉന്നതിയിലെത്തി. ഡ്യൂറിങ് ദിസ് ടൈം കേരള ക്രിസ്ത്യൻസ് ഫോളോഡ് ദെയർ ഇൻഡിജിനസ് സോഷ്യൽ കൺവെൻഷൻസ് ആൻഡ് റിച്വൽസ്. കേരളീയ ക്രിസ്ത്യാനികൾ ഈ സമയത്ത് അവരുടെ തദ്ദേശീയമായ സാമൂഹിക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ചു. കേരള ഫോളോഡ് ദ സിറിയക് റൈറ്റ് ആൻഡ് വാസ് ഇൻ എക്ലീസിയാസ്റ്റിക്കൽ കോണ്ടാക്ട് വിത്ത് ദ മദർ ചർച്ച് ഇൻ പേർഷ്യ. എക്ലീസിയാസ്റ്റിക്കൽ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ മതപരമായ അല്ലെങ്കിൽ പൗരോഹിത്യപരമായ സഭാസംബന്ധിയായ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ കേരളം സിറിയക് റൈറ്റ് സുറിയാനി ആചാരം പിന്തുടരുകയും പേർഷ്യയിലെ മാതൃസഭയുമായി സഭാബന്ധം നിലനിർത്തുകയും ചെയ്തു. കേരളത്തിലെ മിഷണറി പ്രവർത്തനം 19-ാം നൂറ്റാണ്ടിൽ അതിൻ്റെ ഉന്നതിയിലെത്തി. കേരളീയ ക്രിസ്ത്യാനികൾ ഈ സമയത്ത് അവരുടെ തദ്ദേശീയമായ സാമൂഹിക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ചു. കേരളം സുറിയാനി ആചാരം പിന്തുടരുകയും പേർഷ്യയിലെ മാതൃസഭയുമായി സഭാബന്ധം നിലനിർത്തുകയും ചെയ്തു. There have been visible signs of caste differences within the community, which have resulted in the formation of many sects. The Vaishya caste's absence in Kerala was neutralized by Christianity, which enabled them to prosper. With their numbers, organized framework, economic stability, and social position over the ages, they had a significant impact on socio-cultural life. സമൂഹത്തിനുള്ളിൽ ജാതി വിഭജനത്തിൻ്റെ വ്യക്തമായ സൂചകങ്ങൾ ഉണ്ടായിരുന്നു. സമൂഹത്തിനുള്ളിൽ ജാതി വിഭജനത്തിൻ്റെ വിസിബിൾ സൈൻ ഓഫ് കാസ്റ്റ് ഡിഫറൻസസ്. അപ്പോൾ ജാതി വിഭജനത്തിൻ്റെ വ്യക്തമായ സൂചകങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി നിരവധി വിഭാഗങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ക്രിസ്തുമതം കേരളത്തിലെ വൈശ്യജാതിയുടെ അഭാവത്തെ നിർവീര്യമാക്കി അവരെ അഭിവൃദ്ധിപ്പെടുത്താൻ അനുവദിച്ചു. അവരുടെ ഇടയിലുള്ള ആളുകളുടെ എണ്ണം, സംഘടിതമായ ചട്ടക്കൂട്, സാമ്പത്തിക സ്ഥിരത, സാമൂഹിക നില എന്നിവ കാരണം അവർ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. സമൂഹത്തിനുള്ളിൽ ജാതി വിഭജനത്തിന് വ്യക്തമായ സൂചകങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി നിരവധി വിഭാഗങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ക്രിസ്തുമതം കേരളത്തിലെ വൈശ്യജാതിയുടെ അഭാവത്തെ നിർവീര്യമാക്കി അവരെ അഭിവൃദ്ധിപ്പെടുത്താൻ അനുവദിച്ചു. അവരുടെ ഇടയിലുള്ള ആളുകളുടെ എണ്ണം, സംഘടിതമായ ചട്ടക്കൂട്, അല്ലേ, their numbers, organized framework, economic stability and social position over the ages, they had a significant impact on socio-cultural life. അവരുടെ ഇടയിലുള്ള ആളുകളുടെ എണ്ണം, സംഘടിതമായ ചട്ടക്കൂട്, സാമ്പത്തിക സ്ഥിരത, സാമൂഹിക നില എന്നിവ കാരണം അവർ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. Although there were only 112 Jews in the state at the time of the 1971 census, given the picture-perfect traditions associated with Judaism, it is appropriate to mention their past. When it comes to the arrival of Jews in Kerala, there are 2 points of view. The first is that the Jews fled their nation because of Roman persecution, and some of them arrived in Kerala before St. Thomas arrived. Another theory is that they arrived in Kerala in the year 68 AD. 1971 സെൻസസ് സമയത്ത് സംസ്ഥാനത്ത് 112 ജൂതന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന വസ്തുത ഉണ്ടായിരുന്നിട്ടും യഹൂദമതവുമായി ബന്ധപ്പെട്ട പിക്ചർ പെർഫെക്റ്റ് ട്രഡീഷൻസ്, ദ പെർഫെക്റ്റ് ട്രഡീഷൻസ് ഇൻ അപ്പിയറൻസ്, ചിത്രത്തിൽ കാണുന്നത് പോലെ കാഴ്ചയിൽ വ്യക്തമായ പാരമ്പര്യങ്ങൾ കണക്കിലെടുത്ത് അവരുടെ ചരിത്രം അംഗീകരിക്കേണ്ടത് ഉചിതമാണ്. കേരളത്തിലെ ജൂതന്മാരുടെ വരവിനെക്കുറിച്ച് പറയുമ്പോൾ 2 കാഴ്ചപ്പാടുണ്ട്.
ആദ്യത്തേത് റോമൻ പീഡനം മൂലം ജൂതന്മാർ സ്വന്തം നാട്ടിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതരായി. ദ ഫസ്റ്റ് ഈസ് ദാറ്റ് ദ ജൂസ് ഫ്ലഡ് ദെയർ നാഷൻസ് ബിക്കോസ് ഓഫ് റോമൻ പെർസിക്യൂഷൻ. അവരിൽ ചിലർ സെൻറ് തോമസിന് മുൻപേ കേരളത്തിലെത്തി. മറ്റൊരു സിദ്ധാന്തം AD 68 അവർ കേരളത്തിലെത്തി എന്നതാണ്. അപ്പോൾ 1971 സെൻസസ് സമയത്ത് സംസ്ഥാനത്ത് 112 ജൂതന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന വസ്തുത ഉണ്ടായിരുന്നിട്ടും യഹൂദമതവുമായി വളരെ വ്യക്തമായ കാഴ്ചയിൽ വളരെ വ്യക്തമായ പാരമ്പര്യങ്ങൾ കണക്കിലെടുത്ത് പിക്ചർ പെർഫെക്റ്റ് ട്രഡീഷൻസ് എന്നാണ് പറയുന്നത്. ചിത്രത്തിൽ കാണുന്നത് പോലെ കാഴ്ചയിൽ വ്യക്തമായ പാരമ്പര്യങ്ങൾ കണക്കിലെടുത്ത് അവരുടെ ചരിത്രം അംഗീകരിക്കേണ്ടത് ഉചിതമാണ്. കേരളത്തെ ജൂതന്മാരുടെ വരവിനെക്കുറിച്ച് 2 സിദ്ധാന്തങ്ങളുണ്ട്, അല്ലെങ്കിൽ 2 കാഴ്ചപ്പാടുകളുണ്ട്. ഒന്നാമത്തേത്, റോമൻ പീഡനം മൂലം ജൂതന്മാർ സ്വന്തം നാട്ടിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതരായി. അവരിൽ ചിലർ സെൻറ് തോമസിന് മുൻപേ കേരളത്തിലെത്തി. മറ്റൊരു സിദ്ധാന്തം AD 68 അവർ കേരളത്തിലെത്തി എന്നതാണ്. The Jews arrived in Kerala around 68 AD to escape religious persecution back home, according to legend. In India, there are 3 separate Jewish groups: the Paradesis, that is white Jews; Malabaris, black Jews; and Meshugarim were 3 caste-like groupings of Cochin Jews. Only about 50 Cochin Jews survived on the Malabar coast in the early 21st century, despite once numbering in the thousands. ഇന്ത്യയിൽ വ്യത്യസ്ത ജൂത വിഭാഗങ്ങളുണ്ട്. അക്കോർഡിംഗ് ടു ലെജൻഡ്, നാടോടി കഥകൾ അല്ലെങ്കിൽ ഐതിഹ്യപ്രകാരം, അവരുടെ നാട്ടിൽ നടന്ന മതപീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ജൂതന്മാർ AD 68 കേരളത്തിലെത്തി. നാടോടി കഥകൾ അല്ലെങ്കിൽ ഐതിഹ്യപ്രകാരം, അതിന് കൃത്യമായ തെളിവുകളൊന്നും പറയാനില്ല. അവരുടെ നാട്ടിൽ നടന്ന മതപീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ജൂതന്മാർ AD 68 കേരളത്തിലെത്തിയതാണ്. അത് രക്ഷപ്പെടാൻ വേണ്ടി പോന്ന് അവർ AD 68 കേരളത്തിലെത്തി. ഇന്ത്യയിൽ വ്യത്യസ്ത ജൂത വിഭാഗങ്ങളുണ്ട്. കൊച്ചി ജൂതന്മാരെ 3 ജാതി ഗ്രൂപ്പുകളായി വിഭജിച്ചു. പരദേശികൾ, വെള്ള ജൂതന്മാർ; അതുപോലെ മലബാറികൾ, കറുത്ത ജൂതന്മാർ; മറ്റൊന്ന് മെഷുഗാരി എന്നാണ്. 16-ാം നൂറ്റാണ്ടിൽ സ്പെയിനിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയിലേക്കുള്ള കുടിയേറ്റത്തിൽ സെഫാർഡിക് ജൂതന്മാരോടൊപ്പം ഉണ്ടായിരുന്ന സ്വതന്ത്ര അടിമകളുടെ ഒരു ജൂത സമൂഹമാണ് മെഷുഗാരി. അവർ യൂറോപ്യൻ വംശജർ ആയതിനാൽ അവരെ ചിലപ്പോൾ വെളുത്ത ജൂതന്മാർ എന്നും കൂടി വിളിച്ചിരുന്നു. മുമ്പ് ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നിട്ടും മലബാർ തീരത്ത് 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഏകദേശം 50 കൊച്ചിൻ ജൂതന്മാർ മാത്രമേ നിലനിന്നിരുന്നുള്ളൂ. അപ്പോൾ അക്കോർഡിംഗ് ടു ലെജൻഡ് എന്താണ് പറയുന്നത്? ജൂതന്മാർ AD 68 കേരളത്തിലെത്തിയത് അവരുടെ നാട്ടിൽ നടന്ന മതപീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. ഇന്ത്യയിൽ വ്യത്യസ്തങ്ങളായ 3 ജൂത വിഭാഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിലൊന്ന് കൊച്ചി ജൂതന്മാരാണ്. അവരെ 3 വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് പരദേശികൾ, അതായത് വെള്ള ജൂതന്മാർ; പിന്നെ മലബാറികൾ, കറുത്ത ജൂതന്മാർ; പിന്നെ മെഷുഗാരി എന്ന് പറഞ്ഞ ഒരു വിഭാഗം. 16-ാം നൂറ്റാണ്ട്, ഈ മെഷുഗാരി എന്ന് പറയുന്നത് 16-ാം നൂറ്റാണ്ടിൽ സ്പെയിനിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയിലേക്കുള്ള കുടിയേറ്റത്തിൽ സെഫാർഡിക് ജൂതന്മാരോടൊപ്പം ഉണ്ടായിരുന്ന സ്വതന്ത്ര അടിമകളുടെ ഒരു ജൂത സമൂഹമാണ് മെഷുഗാരി. അവർ യൂറോപ്യൻ വംശജർ ആയതിനാൽ അവരെ ചിലപ്പോൾ വെളുത്ത ജൂതന്മാർ എന്നും വിളിച്ചിരുന്നു. മെഷുഗാരികളെ വെളുത്ത ജൂതന്മാർ എന്നും വിളിച്ചിരുന്നു എന്നാണ് പറയുന്നത്. മുമ്പ് ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നിട്ടും മലബാർ തീരത്ത് 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഏകദേശം 50 കൊച്ചി ജൂതന്മാർ മാത്രമേ നിലനിന്നിരുന്നുള്ളൂ. Jews have a written history dating back to around 1000 BC.
The inscriptions on a headstone dated 1269 are among Kerala's earliest known Hebrew inscriptions. The Cochin Jews, on the other hand, arrived on the Malabar coast much earlier, and allusions to Jewish traders from the Cochin region can be found in documents from a Cairo synagogue's Geniza dating from the 8th and 9th centuries. Jews have a written history dating back to around 1000 BC. യഹൂദ ചരിത്രം ഏകദേശം BC 1000 വരെ കണ്ടെത്താം. The inscriptions on a headstone dated 1269 are among Kerala's earliest known Hebrew inscriptions. 1269 മുതലുള്ള ഒരു ശിലാസ്ഥാപനത്തിലെ രചനകൾ കേരളത്തിൽ അറിയപ്പെടുന്ന ആദ്യകാല ഹിബ്രു ലിഖിതങ്ങളിൽ ഒന്നാണ്. The Cochin Jews, on the other hand, arrived on the Malabar coast much earlier, and allusions to Jewish traders from the Cochin region can be found in documents from a Cairo synagogue, Geniza, dating from the 8th and 9th centuries. കൊച്ചി ജൂതന്മാർ മലബാർ തീരത്ത് വളരെ നേരത്തെ എത്തിച്ചേർന്നിരുന്നു എന്നും ഒരു അഭിപ്രായമുണ്ട്. കൂടാതെ 8ാം നൂറ്റാണ്ടിലും 9ാം നൂറ്റാണ്ടിലുമുള്ള ഒരു കെയ്റോ സിനഗോഗിലെ, സിനഗോഗ് എന്ന് പറഞ്ഞാൽ ജൂതപ്പള്ളി അല്ലെങ്കിൽ ജൂത ദേവാലയം എന്നൊക്കെ പറയാം, ജനിസയിൽ, ജനിസ എന്ന് പറഞ്ഞാൽ ശേഖരത്തിൽ നിന്നുള്ള, ജനിസ മീൻസ് ശേഖരം എന്നാണ്. അപ്പോൾ ശേഖരത്തിൽ നിന്നുള്ള പഠനങ്ങളിൽ കൊച്ചി പ്രദേശത്തെ ജൂത വ്യാപാരികളെ കുറിച്ചുള്ള പരാമർശങ്ങൾ അടങ്ങിയിരിക്കുന്നു. യഹൂദ ചരിത്രം ഏകദേശം BC 1000 വരെ കണ്ടെത്താം. 1769 മുതലുള്ള ഒരു ശിലാസ്ഥാപനത്തിലെ രചനകൾ കേരളത്തിൽ അറിയപ്പെടുന്ന ആദ്യകാല ഹിബ്രു ലിഖിതങ്ങളിൽ ഒന്നാണ്. മറുവശത്ത് കൊച്ചി ജൂതന്മാർ മലബാർ തീരത്ത് വളരെ നേരത്തെ എത്തിച്ചേർന്നിരുന്നു എന്ന്. കൂടാതെ 8ാം നൂറ്റാണ്ടിലും 9ാം നൂറ്റാണ്ടിലുമുള്ള ഒരു കെയ്റോ സിനഗോഗിലെ, സിനഗോഗ് എന്ന് പറഞ്ഞാൽ ജൂതപ്പള്ളി അല്ലെങ്കിൽ ജൂത ദേവാലയത്തിലെ ശേഖരത്തിൽ നിന്നുള്ള പഠനങ്ങളിൽ കൊച്ചി പ്രദേശത്തെ ജൂത വ്യാപാരികളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ദി പരദേശി അഡോപ്റ്റഡ് മലയാളം ആസ് ദർ native tongue, and some of the first to arrive married into Malabarese families with roots in Cranganore. However, marrying became less common as time went on and a social hierarchy emerged. പരദേശികളായ യഹൂദന്മാർ മലയാളം അവരുടെ മാതൃഭാഷയായി സ്വീകരിച്ചു. ആദ്യം എത്തിയവരിൽ ചില കൊടുങ്ങല്ലൂർ ആസ്ഥാനമായുള്ള മലബാറി കുടുംബങ്ങളിൽ നിന്നും വിവാഹം ചെയ്തു. ആദ്യമെത്തിയവരിൽ ചിലർ കൊടുങ്ങല്ലൂർ ആസ്ഥാനമായുള്ള മലബാറി കുടുംബങ്ങളിൽ നിന്ന് വിവാഹം ചെയ്തു. എന്നാൽ കാലം കഴിയുന്തോറും അത്തരം വിവാഹങ്ങൾക്ക് ജനപ്രീതി കുറഞ്ഞു വന്നു. അവിടെ മറ്റൊരു സാമൂഹിക ശ്രേണി അല്ലെങ്കിൽ പൗരോഹിത്യ സമ്പ്രദായം ഉയർന്നു വന്നു. There were 8 operational synagogues in Kerala, with the majority of them in Kochi, Ernakulam and the villages of Parvur, now North Parvur, Chenamangalam and Mala. The Paradeshi synagogue was the sole synagogue that remained operational in the early 21st century. In the 1950s, the Malabaris, about 2,400 people, migrated to Israel. Many Paradeshis soon moved there as well. Those that emigrated kept their customs alive and passed them forward. കേരളത്തിൽ 8 സജീവ സിനഗോഗുകൾ, ജൂതപ്പള്ളികൾ അല്ലെങ്കിൽ ജൂത ദേവാലയങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ കൂടുതലും കൊച്ചി, എറണാകുളം, ഇപ്പോഴത്തെ വടക്കൻ പറവൂർ, ചേന്നമംഗലം, മാള എന്നീ ഗ്രാമങ്ങളിലാണ്. 21ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പരദേശി സിനഗോഗ് മാത്രമാണ് ഇപ്പോഴും ഉള്ള സിനഗോഗ്, ഇപ്പോഴും തുറന്ന് ഉള്ള സിനഗോഗ് അതുമാത്രമാണ്. മലബാറികൾ ഏകദേശം 2400 ആളുകൾ 1950കളിൽ ഇസ്രയേലിലെത്തി. ധാരാളം പരദേശികൾ അങ്ങോട്ട് കുടിയേറി ഇസ്രയേലിലേക്ക്. അവിടെ കുടിയേറിയവർ അവരുടെ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുകയും പിന്തുടരുകയും ചെയ്തു. അപ്പോൾ പരദേശികളായ യഹൂദർ മലയാളം അവരുടെ മാതൃഭാഷയായി സ്വീകരിച്ചു. അപ്പോൾ പരദേശി എന്ന് പറഞ്ഞാൽ ഒരു ജൂതന്മാരുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവർ
മലയാളം അവരുടെ മാതൃഭാഷയായി സ്വീകരിക്കുകയും അവരിൽ ആദ്യമെത്തിയവരിൽ ചിലർ കൊടുങ്ങല്ലൂർ ആസ്ഥാനമായുള്ള മലബാറി കുടുംബങ്ങളിൽ നിന്ന് വിവാഹം ചെയ്യുകയും ചെയ്തു. എന്നാൽ കാലം കഴിയും തോറും അത്തരം വിവാഹങ്ങൾക്ക് ജനപ്രീതി കുറഞ്ഞു വന്നു. അവിടെ മറ്റൊരു സാമൂഹിക ശ്രേണി പുരോഹിത സമ്പ്രദായം ഉയർന്നു വന്നു. സോഷ്യൽ ഹയറാർക്കി എമർജ്ഡ്. കേരളത്തിൽ 8 സജീവ സിനഗോഗുകൾ, ജൂതപ്പള്ളികൾ അഥവാ ജൂത ദേവാലയങ്ങൾ ഉണ്ടായിരുന്നു. കേരളത്തിൽ 8 സജീവ സിനഗോഗുകൾ അല്ലെങ്കിൽ ജൂതപ്പള്ളികൾ അല്ലെങ്കിൽ ജൂത ദേവാലയങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ കൂടുതലും കൊച്ചി, എറണാകുളം, ഇപ്പോഴത്തെ വടക്കൻ പറവൂർ, ചേന്നമംഗലം, മാള എന്നീ ഗ്രാമങ്ങളിലായിരുന്നു. 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പരദേശി സിനഗോഗ് മാത്രമാണ് ഇപ്പോഴും സജീവമായിട്ടുള്ള സിനഗോഗ്. മലബാറികൾ ഏകദേശം 2400 ആളുകൾ 1950കളിൽ ഇസ്രയേലിൽ എത്തി. ധാരാളം പരദേശികൾ അങ്ങോട്ട് കുടിയേറി. അവിടെ കുടിയേറിയവർ അവരുടെ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുകയും പിന്തുടരുകയും ചെയ്തു. കേരള ഹാസ് മെയിൻറ്റെയിൻഡ് trading links with numerous other countries from ancient times, particularly those in the Middle East such as Assyria and Babylonia. Arab traders frequented Kerala in search of spices, teak wood, ivory and other valuables. These traders spread Islam in Kerala, and it is said that the faith expanded throughout India from Kerala. Kerala has maintained trading links with numerous other countries from ancient times, particularly those in the Middle East such as Assyria and Babylonia. പുരാതന കാലം മുതൽ കേരളം നിരവധി വിദേശ രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ അസീറിയ, ബാബിലോണിയ തുടങ്ങിയ രാജ്യങ്ങളുമായി സാമ്പത്തിക ബന്ധം നിലനിർത്തി. Arab traders frequented Kerala in search of spices, teak wood, ivory and other valuables. സുഗന്ധവ്യഞ്ജനങ്ങൾ, തേക്ക് മരങ്ങൾ, ആനക്കൊമ്പുകൾ തുടങ്ങി മറ്റ് വിലപിടിപ്പുള്ള പല വസ്തുക്കൾക്കുമായി അറബ് വ്യാപാരികൾ കേരളത്തിലെത്തി. These traders spread Islam in Kerala, and it is said that the faith expanded throughout India from Kerala. ഈ വ്യാപാരികൾ കേരളത്തിലുടനീളം ഇസ്ലാം മതം പ്രചരിപ്പിച്ചു. അതിൻ്റെ ഫലമായി ഇസ്ലാം മതവിശ്വാസം ഇന്ത്യയിലുടനീളം വ്യാപിച്ചുവെന്ന് പറയപ്പെടുന്നു അല്ലെങ്കിൽ പ്രസ്താവിക്കപ്പെടുന്നു. അപ്പോൾ പുരാതന കാലം മുതൽ കേരളം നിരവധി വിദേശ രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ അസീറിയ, ബാബിലോണിയ തുടങ്ങിയ രാജ്യങ്ങളുമായി സാമ്പത്തിക ബന്ധം നിലനിർത്തി. പുരാതന കാലം മുതൽ കേരളം നിരവധി വിദേശ രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ അസീറിയ, ബാബിലോണിയ തുടങ്ങിയ രാജ്യങ്ങളുമായി സാമ്പത്തിക ബന്ധം നിലനിർത്തി. സുഗന്ധവ്യഞ്ജനങ്ങൾ, തേക്ക് മരങ്ങൾ, ആനക്കൊമ്പുകൾ തുടങ്ങി മറ്റ് വിലപിടിപ്പുള്ള പല വസ്തുക്കൾക്കുമായി അറബ് വ്യാപാരികൾ കേരളത്തിലെത്തി. സുഗന്ധവ്യഞ്ജനങ്ങൾ, തേക്ക് മരങ്ങൾ, ആനക്കൊമ്പുകൾ തുടങ്ങി മറ്റ് വിലപിടിപ്പുള്ള പല വസ്തുക്കൾക്കുമായി അറബ് വ്യാപാരികൾ കേരളത്തിലെത്തി. ഈ വ്യാപാരികൾ കേരളത്തിലുടനീളം ഇസ്ലാം മതം പ്രചരിപ്പിച്ചു. അതിൻ്റെ ഫലമായി ഇസ്ലാം മതവിശ്വാസം ഇന്ത്യയിലുടനീളം വ്യാപിച്ചുവെന്ന് പറയപ്പെടുന്നു. Many of these traders eventually settled in Kerala's coastal districts. Malik bin Dinar arrived in Kerala around 644 AD, spread Islam and built mosques throughout the state. Muslims are now Kerala's second largest religious community, accounting for 24.7% of the overall population. The Muslim population is concentrated in the state's northern areas. The Mapla are a community of Muslims in Kerala who differ from their core religionists in other regions of India in many ways. Their rituals, language and attire are all identical to those of Kerala's Hindus and Christians. There were historical, economic and social factors that aided the evolution of today's Mappila culture.
Many of these traders eventually settled in Kerala's coastal districts. ഈ കച്ചവടക്കാരിൽ പലരും ഒടുവിൽ കേരളത്തിൻ്റെ കടൽ തീരത്ത് വീടുകൾ നിർമ്മിച്ചു. AD 644 മാലിക് ബിൻ ദിനാർ കേരളത്തിലെത്തി. ഇസ്ലാം മതം പ്രചരിപ്പിച്ചു. സംസ്ഥാനത്തുടനീളം പള്ളികൾ സ്ഥാപിച്ചു. മൊത്തം ജനസംഖ്യയുടെ 24.7% വരുന്ന മുസ്ലിങ്ങൾ ഇപ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ വലിയ ഒരു മതവിഭാഗമാണ്. സംസ്ഥാനത്തെ മുസ്ലിം ജനത അതിൻ്റെ വടക്കൻ പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. കേരളത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ടാണ് അവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. മാപ്പിള എന്നത് കേരളത്തിലെ ഒരു മുസ്ലിം സമുദായമാണ്. ഇന്ത്യയിലെ മറ്റ് വിഭാഗങ്ങളിലെ അല്ലെങ്കിൽ മറ്റ് ഭാഗങ്ങളിൽ, ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിലെ മുസ്ലിങ്ങളിൽ നിന്ന് ഇവർ പലതരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അവരുടെ ആചാരങ്ങൾ, ഭാഷ, വസ്ത്രങ്ങൾ എല്ലാം കേരളത്തിലെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും പോലെയാണ്. ചരിത്രപരവും സാമ്പത്തികവും സാമൂഹികവുമായ കാരണങ്ങളെല്ലാം ഇന്നത്തെ മാപ്പിള സംസ്കാരത്തിൻ്റെ വികാസത്തിൽ ഒരു വലിയ പങ്കുവഹിച്ചു. അപ്പോൾ അറബ് വ്യാപാരികൾ കേരളത്തിലെത്തി, കേരളത്തിലുടനീളം ഇസ്ലാം മതം പ്രചരിപ്പിച്ചു. അതിൻ്റെ ഫലമായി ഇസ്ലാം മതവിശ്വാസം ഇന്ത്യയിലുടനീളം വ്യാപിച്ചു എന്നൊക്കെ പറയപ്പെടുന്നു. അപ്പോൾ അങ്ങനെ കച്ചവടത്തിനായി വന്ന ഈ കച്ചവടക്കാരിൽ പലരും ഒടുവിൽ കേരളത്തിൻ്റെ കടൽ തീരത്ത് വീടുകൾ നിർമ്മിച്ചു. AD 644 മാലിക് ബിൻ ദിനാർ കേരളത്തിലെത്തി ഇസ്ലാം മതം പ്രചരിപ്പിക്കുകയും സംസ്ഥാനത്തുടനീളം പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇന്ന് മൊത്തം ജനസംഖ്യയുടെ 24.7% വരുന്ന മുസ്ലിങ്ങൾ ഇപ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ വലിയ മതവിഭാഗമാണ്. സംസ്ഥാനത്തെ മുസ്ലിം ജനത അതിൻ്റെ വടക്കൻ പ്രദേശങ്ങളിൽ കേന്ദ്രീകരിക്കുന്നു. കേരളത്തിൻ്റെ വടക്കൻ പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. മാപ്പിള എന്നത് കേരളത്തിലെ ഒരു മുസ്ലിം സമുദായമാണ്. ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിലെ മുസ്ലിങ്ങളിൽ നിന്ന് ഇവർ പലതരത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അവരുടെ ആചാരങ്ങൾ, ഭാഷ, വസ്ത്രങ്ങളെല്ലാം കേരളത്തിലെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും പോലെ ആണ്. ചരിത്രപരവും സാമ്പത്തികവും ഹിസ്റ്റോറിക്കൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ്, ചരിത്രപരവും സാമ്പത്തികവും സാമൂഹികവുമായ കാരണങ്ങൾ എല്ലാം ഇന്നത്തെ മാപ്പിള സംസ്കാരത്തിൻ്റെ വികാസത്തിൽ ഒരു പങ്കുവഹിച്ചു. The Maplas are divided into 3 sections: Tangals, Pusalas and Osans. The Tangals are a tiny subgroup of the Maplas, who may trace their ancestors back to the Prophet's daughter Fatima. In the Muslim world, such people are referred to as Sayyids, and among the Maplas they are referred to as Tangals. കേരളത്തിൽ മലബാറിലെ മാപ്പിളമാർ 3 വിഭാഗങ്ങളുണ്ട്. തങ്ങൾമാർ, പുസലാർമാർ, ഒസാൻമാർ എന്നിവയാണത്. പ്രവാചകൻ്റെ മകളായ ഫാത്തിമയിൽ നിന്നുള്ള വംശാവലിയാണെന്ന് അവകാശപ്പെടുന്ന ഒരു ചെറിയ ഉപഗ്രൂപ്പാണ് തങ്ങൾമാർ എന്ന് പറയുന്നവർ. അവർ ഉയർന്ന റാങ്കിലുള്ളവരാണ്. അത്തരം ആളുകളെ മുസ്ലിം സമൂഹം സെയ്ദ് അല്ലെങ്കിൽ സയ്യിദുകൾ എന്ന് വിളിക്കാറുണ്ട്. മാപ്പിളമാർ അവരെ തങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ കേരളത്തിലെ മലബാറിൽ മാപ്പിളമാർ 3 വിഭാഗങ്ങളിലാണ്. ഒന്ന് തങ്ങൾമാർ, മറ്റൊന്ന് പുസലാർമാർ, പിന്നൊന്ന് ഒസാൻമാർ. പ്രവാചകൻ്റെ മകളായ ഫാത്തിമയിൽ നിന്നുള്ള വംശാവലി ആണെന്ന് അവകാശപ്പെടുന്ന ഒരു ചെറിയ ഉപഗ്രൂപ്പാണ് തങ്ങൾമാർ. അവർ ഉയർന്ന റാങ്കിലുള്ളവരാണ്. അത്തരം ആളുകളെ മുസ്ലിം സമൂഹം സെയ്ദ് അല്ലെങ്കിൽ സയ്യിദുകൾ എന്നും മാപ്പിളമാർ തങ്ങൾമാർ എന്നും വിളിക്കുന്നു. Pusilals are Hindu fishermen known as Mukwans who converted. Their conversion came late in the game. They are assigned a low rank in Mapla society due to their later conversion and low fishing employment. The Pusilals are found all over Kerala's coast and they continue to fish as their traditional occupation. The Osans are a group of barbers among the Maplas and they are rated last due to their low occupation. On social events such as weddings, their women folk work
as hired singers. മുക്കുവന്മാർ എന്നറിയപ്പെടുന്ന ഹിന്ദു മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് മതപരിവർത്തനം ചെയ്ത പുതിയ മുസ്ലിങ്ങളാണ് പുസലറുകൾ. അവർക്ക് താഴ്ന്ന സാമൂഹിക നിലയാണ്. ഇപ്പോൾ മുക്കുവന്മാർ എന്നറിയപ്പെടുന്ന ഹിന്ദു മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് മതപരിവർത്തനം ചെയ്ത പുതിയ മുസ്ലിങ്ങളാണ് പുസലറുകൾ. അവർക്ക് താഴ്ന്ന സാമൂഹിക നിലയാണ്. വൈകിയുള്ള മതം മാറ്റവും മത്സ്യബന്ധന തൊഴിലവസരങ്ങളും കുറവായതിനാൽ അവർക്ക് മാപ്പിള സമൂഹത്തിൽ താഴ്ന്ന റാങ്ക് നൽകിയിരിക്കുന്നു. കേരള തീരത്ത് പുസലറുകൾ കാണപ്പെടുന്നു. അവരുടെ പരമ്പരാഗത തൊഴിൽ മത്സ്യബന്ധനമാണ്. മാപ്പിളമാരുടെ ഇടയിൽ ബാർബർമാരുടെ തൊഴിൽ ചെയ്യുന്നവരാണ് ഒസാന്മാർ. ബാർബർമാരുടെ തൊഴിൽ ചെയ്യുന്നവരാണ് ഒസാന്മാർ. താഴ്ന്ന തൊഴിൽ കാരണം മാപ്പിളമാരിൽ അവസാന സ്ഥാനത്തുള്ളവരാണ് ക്ഷുരകന്മാരായ അല്ലെങ്കിൽ ബാർബർമാരായ ഒസാന്മാർ. അവരുടെ സ്ത്രീകൾ വിവാഹങ്ങൾ പോലുള്ള സാമൂഹിക പരിപാടികളിൽ ഗായകരായി പ്രവർത്തിക്കുന്നു. എന്ന് പറഞ്ഞാൽ കാശ് വാങ്ങി പാട്ട് പാടുക, ആ രീതിയിൽ പണം സ്വീകരിച്ച് പാട്ട് പാടുക, അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ തൊഴിലിൻ്റെ ഫലമായി അവർ ഭക്ഷ്യശൃംഖലയുടെ ഏറ്റവും താഴെ ഉള്ളവരാണ്.